ഇത് വേനൽ ചൂട് കടത്തു, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും കടത്തിരിക്കുകയാണ്. അതെ അതെ, പക്ഷെ എല്ലാവരുടെയും ഒരു സന്തോഷത്തിൽ നിന്ന് പങ്കെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായതുകൊണ്ട് രാവിലെ മുതൽക്ക് പള്ളികളിലുമൊക്കെയാണ് എല്ലാ സഹായം ഉണ്ടാവണം, എല്ലാ പ്രാർത്ഥന ഉണ്ടാവണം. അങ്ങനെ ഇന്ന് ഈ പെരുന്നാളിലേക്ക് തിരക്കാണ് രാവിലെ മുതൽക്ക്. അപ്പോൾ രാവിലെ ഇവിടെ നമ്മുടെ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലെ പൊങ്കാല കഴിഞ്ഞ് അത് കഴിഞ്ഞ് നേരെ മണക്കാട് വലിയ പള്ളിയിലാണ് പോയത്. പിന്നെ പല പ്രോഗ്രാമുകൾ കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ജുമാ നിസ്കാരത്തിന് പുത്തമ്പള്ളി വന്നിരിക്കുന്നു. ഇത് വളരെ പരിചിതമായിട്ടുള്ള മേഖലകളാണ്. ഞാൻ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ധാരാളം പ്രോഗ്രാമുകൾക്കും പാർട്ടി പ്രോഗ്രാമുകൾക്കും ചെറിയ വലുതുമായിട്ട് ചടങ്ങുകൾക്കും എല്ലാം ഇവിടെ തന്നെ ഉള്ളതാണ് SM ബ്ലോക്കിലും പുത്തമ്പള്ളി. അപ്പോൾ അതുകൊണ്ട് നല്ല ബന്ധമുള്ള സ്ഥലമാണ്. ഒരു തിരുവനന്തപുരം നഗരത്തിൽ ജനിച്ച് വളർന്ന് പഠിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളെന്ന രീതിയിൽ വലിയൊരു വിശ്വാസമാണ്. ഇത്തവണ നിയമത്തിൽ ഒരു മാറ്റം ഉണ്ടാകും, നിയമം തിരുത്തുമെന്ന് ജനങ്ങൾ പറയുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും സർവേശ്വരൻ്റെ കൃപയാൽ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. ശിവൻകുട്ടിയും ഈ ഒരു ഭാഗത്തേക്ക് വന്നിരുന്നു. വലിയ കുടുംബത്തിന്റെ നാഥനാണ്. മറ്റൊരു സ്ഥാനാർത്ഥി കൂടി ഇവിടെ അപ്രതീക്ഷിതമായി കണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു കാഴ്ചയാണ്, പക്ഷേ എങ്കിലും നിങ്ങളൊരു സൗഹൃദം കൂടി അവിടെ പങ്കുവെക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അതെ, തീർച്ചയായിട്ടും ശ്രീ ശിവൻകുട്ടി അദ്ദേഹം ഇവിടെ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം മേയറായിരുന്നു, കുടുംബമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ്. പക്ഷേ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും പറയുന്നില്ല. പക്ഷേ രാഷ്ട്രീയം, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ വികസനം പറഞ്ഞ് മുന്നോട്ട് പോകും. പേഴ്സണലായിട്ട് ആർക്കും എതിരെ ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകില്ല. രാഷ്ട്രീയമാണ് നമ്മുടെ നിലപാടാണ്. UDFൻ്റെ മതനിരപേക്ഷ പ്രോഗ്രസീവായിട്ടുള്ള നിലപാടാണ് നമ്മൾ പറയുന്നത്. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. നിയമത്തിന് മറ്റൊരു ചരിത്രമുള്ളത്, നിയമത്തിൽ നിന്നാണ് ആദ്യമായി ഒരു നിയമസഭാ അംഗം BJPക്ക് നിയമസഭയിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ തവണ വാതിലടച്ചൊരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ശിവൻകുട്ടി. നിലവിലിപ്പോൾ BJPയുടെ ആത്മവിശ്വാസവും ഇത്തവണ ഇത്തരത്തിലൊരാൾ അവിടെ നിന്ന് പോകും, അത് രാജീവ് ചന്ദ്രശേഖർ തന്നെയായിരിക്കും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇല്ല, BJP ഒറ്റത്തവണ ഒരു അബദ്ധം പറ്റിയത് പിന്നെ ഒരിക്കലും നിയമത്തെ ആളുകൾക്ക് ഉണ്ടാകത്തില്ല. പക്ഷേ ഇത്തവണ BJPയുടെ അക്കൗണ്ട് ഇവിടെ അടക്കിപ്പിക്കാൻ പോകുന്നത് UDF ആണ്. UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചുകൊണ്ട് ഇവിടെ BJP, ഞാൻ പറഞ്ഞല്ലോ, ഈ നിയമത്തോട്ട് കടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാകും. തീർച്ചയായിട്ടും ഇത് UDFൻ്റെ മണ്ണാണ്. ഞാൻ ഇന്നലെ പറഞ്ഞൊരു ഉപമയുണ്ട്. നമ്മുടെ സഞ്ജു സാംസൺ നല്ല പ്ലെയറാണ്, നന്നായിട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കൊരു കാലത്ത് ഒരു ചെറിയ ഫോം ഔട്ടും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ UDF ഇടയ്ക്കൊരു കാലത്ത് ഒന്ന് ഫോം ഔട്ട് ആയപ്പോഴാണ് ഈ BJPക്ക് വന്നത്. ഇപ്പോൾ സഞ്ജു നന്നായിട്ട് കളിക്കുകയാണ്. അതുപോലെ തന്നെ UDF നന്നായിട്ട് കളിക്കും, UDF തന്നെ ഇവിടെ വിജയിക്കും. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ ഉള്ളത് എന്നുള്ളതാണ്. രണ്ടുപേരും ഒരേ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടി, അവർ സൗഹൃദങ്ങൾ പങ്കുവെച്ചു. എന്നറിയാം, ചെറിയ പെരുന്നാളാണ്, ശത്രുക്കളില്ല, എല്ലാവർക്കും സമാധാനം വരണമെന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. എന്തായാലും രാഷ്ട്രീയ പോരിലേക്ക് ഇറങ്ങുമ്പോൾ വ്യക്തിപരമായ ആക്രമണത്തിന് താൻ മുതിരുന്നില്ല, രാഷ്ട്രീയം പറഞ്ഞ് തന്നെ വോട്ട് തേടും എന്നുള്ളതാണ് KS ശബരിനാഥ് പറഞ്ഞിട്ടുള്ളതും. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.